നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 290 പേരാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 8-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. ഏറ്റവുമധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് 22 പേർ. ഏറ്റവും കുറവ് ആലത്തൂരിൽ 8 പേർ. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ മാത്രം 252 നാമനിർദ്ദേശ പത്രികകളാണ് കമ്മീഷന് ലഭിച്ചത്. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. UDF സ്ഥാനാർത്ഥികളായിരുന്നു അവസാന ദിവസം പത്രിക നൽകിയവരിൽ ഏറെയും. മലപ്പുറത്തും കൊല്ലത്തും കോട്ടയത്തും സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരും ഉണ്ട്. പൊന്നാനിയിൽ LDF UDF സ്ഥാനാർത്ഥികൾക്കാണ് അപരന്മാരുള്ളത്. KS ഹംസയ്ക്ക് അപരന്മാരായി ഹംസ കടവണ്ടിയും ഹംസയുമാണ് പത്രിക സമർപ്പിച്ചത്. MP അബ്ദുൽ സമദ് സമദാനിക്ക് അപരനായുള്ളത് അബ്ദുൽ സമദാണ്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് അപരൻ ചാത്തനാംകുളം സ്വദേശി പ്രേമചന്ദ്രൻ നായരാണ്. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് 2 അപരന്മാരാണ് ഉള്ളത്. ഫ്രാൻസിസ് E. ജോർജ്, ഫ്രാൻസിസ് ജോർജ് എന്നിവരാണ് അപര സ്ഥാനാർത്ഥികൾ. ഫ്രാൻസിസ് E. ജോർജ് തൃശൂർ ഒല്ലൂർ സ്വദേശിയാണ്. കോട്ടയം കൂവപ്പള്ളി സ്വദേശിയാണ് രണ്ടാമത്തെ അപരൻ ഫ്രാൻസിസ് ജോർജ്. തോൽവി ഉറപ്പാക്കിയ ഇടതുപക്ഷം വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്ന് UDF ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്നലെയാണ് അവസാനിച്ചത്. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ അപര സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നത് UDF-നും LDF-നും തലവേദനയാണ്. മിക്ക മണ്ഡലങ്ങളിലും അപരന്മാർ പത്രിക നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. തീപാറുന്ന പോരാട്ടം നടക്കുന്ന വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനും എതിരെ അപരന്മാർ രംഗത്തുണ്ട്. ശൈലജയ്ക്ക് 3-ഉം ഷാഫി പറമ്പിലിന് 2-ഉം അപരന്മാരാണ് മത്സരരംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വടകരയിൽ ആകെ 14-ഉം കോഴിക്കോട്ട് 8-ഉം സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി K. സുധാകരൻ, LDF സ്ഥാനാർത്ഥി MV ജയരാജൻ എന്നിവർക്കെതിരെയും അപരന്മാർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. 2 K. സുധാകരന്മാരും 1 MV ജയരാജനും സ്വതന്ത്രരായി പത്രിക സമർപ്പിച്ചു. കണ്ണൂരിൽ ആകെ 18 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ചിത്രം തെളിഞ്ഞു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചിരുന്നു. ആകെ ലഭിച്ച പത്രികകളുടെ എണ്ണം 499 സൂക്ഷ്മ പരിശോധന ഇന്നാണ് നടക്കുന്നത്. ഏപ്രിൽ 8-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെയാകും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാവുക. ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മണ്ഡലം തിരിച്ചുള്ള വിവരങ്ങളും വാർത്താക്കുറിപ്പിലൂടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തിരുവനന്തപുരത്ത് 22 പേർ, ആറ്റിങ്ങലിൽ 14, കൊല്ലം 15, പത്തനംതിട്ട 10, മാവേലിക്കര 14, ആലപ്പുഴ 14, കോട്ടയം 17, ഇടുക്കി 12 പേർ, എറണാകുളത്ത് 14 പേർ, ചാലക്കുടിയിൽ 13 പേർ, തൃശൂർ 15, ആലത്തൂർ 8, പാലക്കാട് 16, പൊന്നാനി 20, മലപ്പുറം 14, കോഴിക്കോട് 15, വയനാട് 12 പേർ, വടകരയിൽ 14 പേർ, കണ്ണൂരിൽ 18, കാസർഗോഡ് 13 എന്നിങ്ങനെയാണ് നാമനിർദ്ദേശ പത്രികയുടെ വിവരങ്ങൾ. സംസ്ഥാനത്ത് വിവിധ ഏജൻസികൾ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തിയ പരിശോധനകളിൽ 33.31 കോടി രൂപയുടെ പണവും മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് 16 മുതൽ ഏപ്രിൽ 3 വരെയുള്ള കണക്കാണ് ഇത്. മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ പണം, മദ്യം, ലഹരി വസ്തുക്കൾ, സ്വർണം അടക്കമുള്ള ലോഹങ്ങൾ, സൗജന്യ വിതരണത്തിനുള്ള വസ്തുക്കൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. സംസ്ഥാന പോലീസ്, ആദായനികുതി വകുപ്പ്, എക്സൈസ് വകുപ്പ്, SGST വിഭാഗം, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, മറ്റ് ഏജൻസികൾ എന്നിവ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വസ്തുക്കൾ പിടിച്ചെടുത്തത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ കർശന പരിശോധന തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾക്കും ഫ്ലൈയിംഗ് സ്ക്വാഡുകൾക്കും ഒപ്പം ഓരോ ജില്ലയ്ക്കും ചിലവ് നിരീക്ഷകരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ അന്തർസംസ്ഥാന പാതകളിലും അതിർത്തി പ്രദേശങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിൽ നിന്ന് തത്സമയ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്.